സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കിയാണ് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. പ്രവൃത്തിയുടെ പുസ്തകം 8-35 വാക്യം. മരുഭൂമിയിൽ വഴിയിൽ യെരുശലേമിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉറക്കെ വായിച്ചുകൊണ്ടിരുന്ന എത്യോപ്യയിലെ ട്രഷറെ കണ്ടപ്പോൾ ഫിലിപ്പോസ് അത്തരം ലളിതമായ സുവിശേഷീകരണം കാഴ്ചവെച്ചു. ഫിലിപ്പോസ്, നീ വായിക്കുന്നതിന് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് അപ്പോസ്തല പ്രവൃത്തി 8-30 വാക്യം. ഒരുത്തൻ പൊരു തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. അത് വ്യക്തമാക്കാൻ ക്ഷണിക്കപ്പെട്ടതിനാൽ ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ച് സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഫിലിപ്പോസ് കാണിച്ചു തന്നതുപോലെ ആളുകൾ എവിടെയാണോ അവിടെ തുടങ്ങുന്നതും സുവിശേഷീകരണം ലളിതമായി നടത്തുന്നതും ക്രിസ്തുവിനെ പങ്കിടാനുള്ള ഫലപ്രദമായ മാർഗമാണ്. അവർ തുടർന്ന് സഞ്ചരിച്ചപ്പോൾ ആ മനുഷ്യൻ ഇതാ വെള്ളം എന്ന് പറഞ്ഞു സാധനം വെളുപ്പാൻ ആഗ്രഹിച്ചു. ഫിലിപ്പോസ് സമ്മതിച്ചു. ആ മനുഷ്യൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. താൻ പാവത്തിൽ നിന്ന് അവൻ ലഭിച്ചെന്നും ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് താൻ വീണ്ടും ജനിച്ചതെന്ന് വിശ്വസിക്കുന്നുവെന്നും ഒരു സഭ കണ്ടെത്തിയെന്നും മറുപടി നൽകിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇത്ര മനോഹരമായ തുടക്കം ദൈവം അവനെ നടത്തട്ടെ. സുശേഷീകരണത്തിലൂടെ അവസരങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തെല്ലാം ലളിതമായ ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ സുശേഷീകരണത്തിനുള്ള വിദഗ്ധനല്ല, എങ്കിലും ക്രിസ്തുവിനോടുള്ള സുവാർത്ത പങ്കെടുപ്പ് ലളിതവും ഫലപ്രദമായ മാർഗ്ഗങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിരക്കട്ടെ. കഴിഞ്ഞ രാജ്യക്കാലം വരാവുന്ന ആപത്തവർന്ന് രോഗദുഃഖം മണത്തെല്ലാം ദൈവം നമ്മെ കാത്തുരായിച്ചു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ രാജ്യക്കാലം ദൈവം അത്ഭുതകരമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.